നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു അതിപ്രധാനപ്പെട്ട അറിവാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. പല ജ്യോത്സ്യന്മാരും ഇപ്പോൾ അല്പമാത്രമായി പഠിച്ചിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ജനങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ട് ജ്യോതിഷത്തിൽ പ്രയോജനം കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. അത് മരണദോഷങ്ങളായിക്കോട്ടെ, ജാതകത്തിലെ 6, 8, 12 ഭാവങ്ങളെ കുറിച്ചാകട്ടെ, കാളസർപ്പം, അഗ്നിമാരുത യോഗം തുടങ്ങിയ ദോഷങ്ങളെ കുറിച്ചുമൊക്കെ വരുന്ന വ്യക്തികളെ വളരെയധികം ഭയപ്പെടുത്തിക്കൊണ്ട് ജ്യോത്സ്യന്മാർ പ്രയോജനം ഉണ്ടാക്കാനുള്ള ചിന്താഗതിയിലാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്കായിട്ട് ജ്യോതിഷത്തെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇത് ജ്യോതിഷത്തിന് തന്നെ ദോഷമാണ്. താൽക്കാലിക ലാഭത്തിനായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി ജ്യോതിഷത്തിന് അപമാനകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. 6, 8, 12 ഭാവങ്ങളും അതിന്റെ ഇപ്പോഴത്തെ പ്രയോഗ രീതിയും യഥാർത്ഥത്തിൽ അത് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും ദോഷമാണോ? ദോഷങ്ങളില്ലാത്ത ജാതകങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജാതകം പരിശോധിച്ച് ദോഷങ്ങൾ കണ്ടെത്തി അതിനു വേണ്ട രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യേണ്ടത്. 10,000-കണക്കിന് രൂപകൾ മുടക്കി പൂജകളും വഴിപാടുകളും ചെയ്തിട്ടല്ല കാര്യം. ശരിയായ രീതിയിൽ ആ ദോഷയോഗത്തെ അറിഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത. ആവശ്യത്തിന്റെ പ്രാധാന്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആമുഖമായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് എല്ലാ ജ്യോത്സ്യന്മാരെയും കുറിച്ചല്ല പറഞ്ഞത്. ഇത്തരത്തിൽ വഞ്ചനാപരമായിട്ട് ധനസമ്പാദന മാർഗം ഉദ്ദേശിച്ചുകൊണ്ട് നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് മാത്രമാണ്. അല്ലാതുള്ളവർ പൊറുക്കുക. നിരവധി അല്ലാതുള്ള ആൾക്കാരുണ്ട്. അവരോടൊക്കെ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നു. 6, 8, 12 ഭാവങ്ങൾ ദുസ്ഥാനങ്ങളായിട്ടാണ് പറയുന്നത്. ആ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ദോഷങ്ങൾ ചെയ്തേക്കാം. എന്നാൽ വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങൾ അതിനൊരു അപവാദമായിട്ടും കണക്കാക്കാറുണ്ട്. എല്ലാവരുടെയും ജാതകത്തില് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള വിഷയത്തിന്റെ ആഴത്തിലുള്ള പഠനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷം അല്പമൊക്കെ അറിയാവുന്നവർക്ക് ഇത് എളുപ്പം മനസ്സിലായേക്കാം. അല്ലാതുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് കാണുക. ദുസ്ഥാനങ്ങളില്ലാത്ത ഒരു ഗ്രഹനിലയില്ല. എല്ലാ ഗ്രഹനിലയിലും 6, 8, 12 ഭാവങ്ങൾ ഉണ്ടാകും. അതിൽ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടാകും. ഈ ഭാവങ്ങൾക്കൊക്കെ ഒരു ഗ്രഹം ആധിപത്യമായിട്ട് അധിപനായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് മാത്രം ഗുണഫലങ്ങളും ചിലർക്ക് മാത്രം ദോഷഫലങ്ങളും ലഭിക്കുക. അത് പൊതുവെയുള്ള ഗ്രഹസ്ഥിതിയും മറ്റും അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയുള്ള ഓരോരോ കാരണങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദുസ്ഥാനങ്ങൾ, അവയുടെ അധിപതി, ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഭാവാധിപൻ നിൽക്കുന്ന രാശി, ആ ഭാവത്തിന്റെ കൃത്യമായിട്ടുള്ള ഭാവം, ഭാവത്തിലേക്കുള്ള ദൃഷ്ടികൾ, ഭാവാധിപതിയുടെ ബലം എന്നിവ ശുഭാശുഭത്തെ നിർണയിച്ചു വേണം ഫലപ്രവചനം നടത്താൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ ജാതകത്തിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ഗ്രഹനിലയിൽ ഉണ്ടായേ മതിയാകൂ. ഈ ദുസ്ഥാനാധിപതികളൊക്കെ തന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അല്പസ്വല്പം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് മാറ്റുക അസാധ്യമാണ്. അതായത് ദോഷങ്ങളില്ലാത്ത ഒരു ജാതകവും ഇല്ല എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള ജാതകങ്ങൾ ഭഗവാൻ പോലും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയണം. സൂര്യൻ, ചൊവ്വ, രാഹു, കേതു, ശനി, പക്ഷബലമില്ലാത്ത ചന്ദ്രൻ, പാപനോട് കൂടിയ ബുധൻ, ഇവരൊക്കെ പാപഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശുക്രനും വ്യാഴവും മാത്രമാണ് സ്വതവേ എല്ലായ്പ്പോഴും ശുഭഫലങ്ങളെ തരുന്ന ശുഭഗ്രഹങ്ങൾ. ഈ പാപഗ്രഹങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. അതായത് എല്ലാ ജാതകത്തിലും ഗുണവും ദോഷവും ഉണ്ട് എന്നർത്ഥം. എല്ലാവരിലും ശുദ്ധരക്തവും അശുദ്ധ രക്തവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിധി അഥവാ തലേവരെയാണ് ജാതകം. പൂർവ്വജന്മത്തിലെ കർമ്മഫലമായിട്ടാണ് ജാതകം സൃഷ്ടിക്കപ്പെടുക. അതിൽ വ്യത്യാസം വരുന്നത് നമ്മളുടെ ഈ ജന്മത്തിലെ കർമ്മഫലം കൊണ്ടാണ്. നമ്മളുടെ ഈ ജന്മത്തിലെ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം കൊണ്ട് നമ്മളുടെ ജാതകത്തെ മാറ്റിമറിക്കാനായിട്ട് അല്പമൊക്കെങ്കിലും സാധിച്ചേക്കാം. അത്തരത്തിൽ ഒരു അവസരം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നീട് ആ കാര്യങ്ങൾ എങ്ങനെ വരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സത്കർമ്മങ്ങൾ ചെയ്താൽ ദോഷങ്ങൾക്ക് കാഠിന്യം കുറയും. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ജാതകത്തിലെ ദോഷങ്ങൾ വർദ്ധിക്കും. വളരുന്ന സാഹചര്യങ്ങൾ, ജീവിത രീതികൾ, ചെയ്യുന്ന സൽപ്രവർത്തികൾ, ഇവയെല്ലാം അനുസരിച്ച് നമ്മുടെ നന്മയും തിന്മയും ഒക്കെ ആക്റ്റീവ് ആകും. ജീവിതത്തിൽ ഉടനീളം നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. ഇതെല്ലാം ഭഗവാന്റെ ഒരു പരീക്ഷണമാണ്. പ്രലോഭനങ്ങളെ എല്ലാം അതിജീവിച്ച് നന്മയുടെ പാതയിൽ സഞ്ചരിച്ച് പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുക. ചിലരുടെ ഗ്രഹനിലയിലാകട്ടെ ദോഷങ്ങൾ ഏറി വന്നേക്കാം.
ചിലരുടെ ഗ്രഹനിലയിൽ ദോഷങ്ങൾ കുറഞ്ഞുമിരിക്കാം, ഗുണങ്ങൾ വർദ്ധിച്ചുമിരിക്കാം. എന്നാൽ ആരുടെയും ഗ്രഹനിലയിൽ ദോഷങ്ങളില്ലാതെയും ഗുണങ്ങളില്ലാതെയുമായിട്ട് വരില്ല. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. അതിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ദോഷങ്ങൾ ഏറിയ ഒരു ജാതകം, ആ ജാതകനെ സംബന്ധിച്ച് ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഈ ജന്മത്തിൽ നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. ലക്ഷങ്ങൾ മുടക്കി പൂജകൾ ചെയ്യുന്നതിലൂടെ അല്ല, നന്മകൾ ചെയ്യുക, നന്മ ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക. ഒരു രാജയോഗം ഉള്ളതുകൊണ്ടോ ഗ്രഹയോഗങ്ങൾ ഉള്ളതുകൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദോഷയോഗങ്ങൾ ഉള്ളതുകൊണ്ടോ മാത്രം ഒരു ഗ്രഹനില കണ്ട് വിലയിരുത്താൻ പാടില്ല. 6, 8, 12 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ദോഷങ്ങൾ ചെയ്യും. ആ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട പ്രതിവിധികൾ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യേണ്ടത്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെങ്കിൽ ധനം ചെലവഴിക്കുന്നതും ധനം അനാവശ്യമായി അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. വീഴ്ച, അപകടം എന്നീ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ജാതകമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ജാഗരൂകരാകുക. പൂർവജന്മ ദുരിതങ്ങളും പൂർവജന്മ സ്ഥാനങ്ങളിൽ ദോഷങ്ങൾ ചെയ്തതിന്റെ സൂചന ജാതകത്തിലുണ്ടെങ്കിൽ, അതായത് 9ാം ഭാവം ദോഷപ്രദമാണെങ്കിൽ ഈ ജന്മത്തിൽ അതിന് പരിഹാരമായി നന്മകൾ ചെയ്യുക, നന്മ ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് വരും. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. അങ്ങനെ നമുക്ക് പൂർവജന്മത്തിലെ ദോഷങ്ങളും നമ്മളുടെ ജാതകത്തിലെ ദോഷങ്ങളും ഒക്കെ ഒരു പരിധി വരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അതായത് ദോഷത്തിന്റെ കാഠിന്യം അറിഞ്ഞുകൊണ്ട് ആ ദോഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ജാതകത്തിൽ ഒരുപാട് യോഗങ്ങളും നല്ല ഫലങ്ങളും ചെയ്യുന്ന നല്ല ഗംഭീരമായിട്ടുള്ള ഗ്രഹനിലയാണ് എങ്കിൽ അതെല്ലാം തന്നെ വന്നുകൊള്ളും എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള അധർമ്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും ആ യോഗങ്ങളുടെ ഫലങ്ങൾ അവിടെ കുറച്ചെങ്കിലും കുറയുന്നതാണ്. ധർമ്മനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള യോഗങ്ങളുടെ ഫലവും ശരിയായി കിട്ടുകയുള്ളൂ എന്നുകൂടി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ധർമ്മനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുക. നമുക്ക് നമ്മളുടെ തലവര തന്നെ മാറ്റാനായിട്ട് സാധിക്കും. അതിന് മാറ്റാൻ ഈശ്വരൻ അവസരം തന്നിട്ടുണ്ട്. ഹസ്തരേഖാശാസ്ത്രമായി പറയുകയാണെങ്കിൽ നമ്മളുടെ കൈരേഖയിൽ വരച്ചിരിക്കുന്ന ഭഗവാന്റെ നമ്മളുടെ ജാതക രചന എന്ന് പറയുന്നത് അത് മാറ്റങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ ജാതകത്തിലെ ദോഷങ്ങൾക്കും കാഠിന്യം കുറയുന്നതിനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അതറിഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കുക. അല്ലാതെ എല്ലാ അധാർമിക പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് ലക്ഷങ്ങൾ വഴിപാടുകൾ ചെയ്തുകൊണ്ട് അതെല്ലാം മാറ്റി ഭഗവാന്റെ പ്രീതി നേടാമെന്ന് ആരും മനക്കോട്ട കെട്ടാതിരിക്കുക. ഇത്തരത്തിൽ ദോഷയോഗങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തി ലക്ഷക്കണക്കിന് വരുന്ന പൂജകളിൽ പങ്കെടുപ്പിക്കുന്ന ജ്യോത്സ്യന്മാരിൽ നിന്നും അകന്നു നിൽക്കുക. ലോകാസമസ്ത സുഖിനോ ഭവന്തു. സന്മനസ്സുള്ളവർക്ക് സമാധാനം. നന്മ ചെയ്യുക, നന്മ തീർച്ചയായിട്ടും ലഭിക്കും. എവരി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിന് തുല്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നന്മ ചെയ്താൽ നന്മയായിട്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ ഗുണങ്ങൾ ചെയ്യുക, നല്ല സച്ചിന്തയോട് മുന്നോട്ട് പോവുക. ഏവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.